കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്കിവിടെ വന്നേക്കുന്നത് സ്വന്തമായിട്ട് വസ്തുവും വീടും നിഷ്പ്രയാസമായിട്ട് നേടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കിവിടെ ചോദ്യം വന്നേക്കുന്നത്. അപ്പം വസ്തുവും വീടും ആരൂടോ എന്ന് പറയും അല്ലേ? വസ്തുവും വീടും വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വേണം അല്ലേ? ചിലർക്ക് വലിയ ആഡംബരപൂർണമായിട്ടുള്ള വലിയ 8 കെട്ടും 16 കെട്ടും പഴയ മോഡല് അല്ലെങ്കിൽ കണ്ടംപററി സ്റ്റൈലിലോ വീടും ഒക്കെ വേണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം. റോഡ് സൈഡിൽ വസ്തു മേടിച്ച് ലോറി കയറുന്ന മറ്റുവാണെങ്കിൽ വലിയ ബസ്സുകളും കാറുകളും എല്ലാം കയറുന്ന എല്ലാം വേണമെന്നൊക്കെ അല്ലേ ആഗ്രഹിക്കുന്ന ചെലവ് വല്ലതും ഉണ്ടോ അല്ലേ? നമുക്ക് ആഗ്രഹിക്കണം. ഒന്നോളം ആഗ്രഹിച്ചെങ്കിൽ കുന്നുകുരുവോളം നമുക്ക് കിട്ടത്തും. അടുത്ത നിമിഷത്തേക്ക് നമ്മളെ ജീവിക്കാൻ കഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കുന്ന വസ്തു ആഗ്രഹം തന്നെയാണ്. അപ്പൊ നമുക്ക് വസ്തുവും വീടും വേണം. ചിലർക്കൊരു വസ്തു കിടപ്പുണ്ട്, അത് വിറ്റെങ്കിൽ വേറെടുത്ത വസ്തു ഉണ്ട്, അവിടെ വീട് വെക്കാൻ പറ്റും. ചിലയിടത്താണെങ്കിൽ ഈ വസ്തുവും വീടും ഉണ്ട്, അവർക്ക് ദൈവാധീനം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും വിൽക്കണം, എന്നിട്ട് വേറെ ദൈവാധീനം ഉള്ളവരെണ്ണം വാങ്ങിക്കണം. അല്ലെങ്കിൽ വസ്തുവും വീടും ഒന്നുമില്ല, എല്ലാം ഒന്നേന്ന് ഉണ്ടാവണം. അപ്പൊ വട്ടപൂജ്യത്തിൽ നിൽക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആദ്യം ഒരു ദൈവാധീനം നോക്കണം. ദൈവാധീനം നോക്കി മറ്റു ദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഏറ്റവും 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിനകമായിട്ട് വസ്തുവോ വീടോ ഏതെങ്കിലും ഒന്ന് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെ നമുക്കാവുന്ന. എന്തായാലും നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ മതി. ഫോട്ടോയെ പഴയ കാലത്തൊക്കെ ഛായാചിത്രം എന്നൊക്കെ പറയും. അതിനോടൊപ്പം പുരുഷപ്രതിമയാണ് പുരുഷപ്രതിമ, സ്ത്രീ പ്രതിമയാണ് സ്ത്രീ പ്രതിമ എടുക്കുക. എന്നിട്ട് ഒരു 3 പിടി നാണയം ഒരു ചെമ്പിൽ തീർത്ത വീടിന്റെ അതേ രൂപം, തട്ടാമ്പറ്റൊക്കെ പറഞ്ഞാൽ പണിഞ്ഞു തരും, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ചില കടകളിലൊക്കെ മേടിക്കാൻ കിട്ടാറുണ്ട്. അത് വാങ്ങിച്ച് നമുക്ക് കുടുംബക്ഷേത്രത്തില് അല്ലെങ്കിൽ ധർമ്മദേവതാ ക്ഷേത്രത്തില് സമർപ്പിച്ച് ആ വീട് അകത്ത് പൂജിച്ച് നമ്മൾ വാങ്ങിച്ച് നൂലെ കെട്ടി അവിടുത്തെ ആൽമരത്തിൽ അങ്ങ് തൂക്കുക. ആ നാണയം അകത്ത് സമർപ്പിച്ച് അവിടത്തേക്ക് യഥാശക്തി വഴിപാട് സമർപ്പിക്കുക. അത് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. ഒരു വസ്തുവും വീടും ആവുന്നവരെ നമ്മുടെ ധർമ്മദേവതയ്ക്ക് ദിവസവും ഒരു നാണയം വീതം ഒരു വഴിപാടം സങ്കല്പിച്ചിടുക. വസ്തുവും വീടും ആയതിനു ശേഷം ഒരു സ്വർണ്ണപ്പൊട്ട് കൊടുക്കാവുന്ന രീതിയിൽ ഒരു 101 രൂപ ഉഴിഞ്ഞ് ഉള്ള പേപ്പറിനകത്ത് ഒഴിഞ്ഞ് പൂജാമുറിയിൽ അങ്ങ് വെച്ചേക്കുക. അതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, നമുക്ക് വസ്തു ഉണ്ട്, വീടാണ് വേണ്ടതെങ്കിൽ വസ്തുവിന്റെ 4 മൂലയ്ക്ക് നടവാതിക്കുന്ന ഓരോ പിടി മണ്ണെടുക്കുക. മണ്ണെടുത്ത് ഒരു പച്ച പട്ടിനകത്ത് പൊതിഞ്ഞ് ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, ഗണപതി ക്ഷേത്രത്തിൽ ആലുണ്ടെങ്കിൽ ആൽച്ചോട്ടിൽ ഇതങ്ങ് സമർപ്പിച്ചിട്ട് ഗണപതിക്ക് ഉണ്ണിയപ്പം വഴിപാട്, അതിനോടൊപ്പം തന്നെ ഒരു കദളിക്കൊല, ചെറിയ കദളിക്കൊല മതി, കദളിക്കൊല അവരുടെ തലയ്ക്ക് ഒരു 14 പ്രാവശ്യം ഒഴിഞ്ഞ് അവിടെ അങ്ങ് സമർപ്പിച്ചേക്കുക. അടുത്തത് ചെയ്യാൻ പോകുന്നത് മഹാവിഷ്ണു ഭഗവാന് വിഷ്ണു പൂജ. ഇതുപോലെ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് വാമനാവതാരത്തിലുള്ള വാമന പൂജ. സപ്താഹമൊക്കെ കണക്ക് വാമന പൂജ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വഴിപാടാണ്. വാമന എന്നുള്ള അവതാരത്തിലുള്ള പൂജ. പിന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ് നാളികേരം. നമ്മുടെ വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിൽ നിന്ന് നാളികേരം കൊണ്ട് കൊടുത്തിട്ട്, മാസത്തിൽ 1 പ്രാവശ്യം മതി, അവൻ്റെ നാളിനായിക്കോട്ടെ, എപ്പോഴായാലും കുഴപ്പമില്ല, നാളികേരം കൊണ്ട് കൊടുത്ത് ആ നാളികേരം വെച്ചിട്ട് ഗണപതി ഹോമം, അവിടുന്ന് മണ്ണ് കൊണ്ടുപോയി ആ മണ്ണ് അമ്പലത്തിലെ ഹോമകുണ്ടത്തിലിട്ട് ഗണപതി ഹോമം ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് തിരുച്ചെന്തൂര് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇവിടുത്തെ മണ്ണ് കൊണ്ട് സമർപ്പിച്ച് അവിടെ ഭഗവാന് എന്തെങ്കിലും ഇഷ്ടമുള്ള വഴിപാട് ചെയ്യാം. തിരുപ്പതി, അവിടെ പോയി നമുക്ക് വീടാവണമെന്ന് തിരുപ്പതി ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതുപോലെ ചെയ്യാവുന്നൊരു കാര്യമാണ് തിരുവാറന്മുളയപ്പന് തോണിയുടെ രൂപത്തിൽ, അവിടുത്തെ ഭഗവാന് വള്ളസദ്യയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമുള്ളത്. തോണിയുടെ രൂപത്തിൽ തടി കൊണ്ടുണ്ടാക്കിയിട്ട് ആ തടിക്കകത്തൊരു വീടിന്റെ വെള്ളിപ്രതിമയും കൂടെ വെച്ചിട്ട് ആ തോണിയും ആ വീടിന്റെ പ്രതിമയും അവിടെ നിന്നിരുന്നുള്ള മണ്ണും എല്ലാം തിരുവാറന്മുളയപ്പന് സമർപ്പിച്ച് അവിടെ വീടും വസ്തു എല്ലാം ആയതിനു ശേഷം സാമ്പത്തികം ഉണ്ടെങ്കിൽ ഒരു വള്ളസദ്യ വഴിപാട് നേരുക. ഇല്ലെങ്കിൽ അവിടുത്തെ ഭഗവാൻ ഒരു പാൽപ്പായസമെങ്കിലും ഏറ്റവും കുറഞ്ഞ ഒരു വഴിപാട്. പിന്നെ കേശാധിപാദം മാല, തുളസിമാല തിരുവാറന്മുളയപ്പന് ചാർത്താം. ഇതൊക്കെ നമുക്ക് വസ്തുവും വീടും നിഷ്പ്രയാസമായിട്ട് നേടാൻ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. മറ്റു ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനകമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ആസ്ഥാനം അല്ലെങ്കിൽ നമുക്ക് ആരൂഢം ആവുന്നതാണ്.
ഇനിയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.